വളരെ വിചിത്രമായ ഒരു ഉത്തരവ് ലക്ഷദ്വീപ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ബുധനാഴ്ചകളിൽ ഇവിടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലത്രേ. ഉപയോഗിക്കുന്നവർക്ക് 500 രൂപ പിഴ ചുമത്തും. ഏത് വിധേനയും ജനങ്ങളെ ഉപദ്രവിക്കാൻ ഒരു ഭരണകൂടം തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ലക്ഷദ്വീപിൽ പുതുതായി ഒരു നിയമം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ലക്ഷദ്വീപ് ജില്ലാ കളക്ടറും ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറിയുമായ ഡോക്ടർ ആർ ഗിരിശങ്കർ ഒപ്പുവെച്ച ഉത്തരവിലാണ് ഈ വിചിത്രമായ കാര്യങ്ങളുള്ളത്. ദ്വീപ് നിവാസികൾക്കിടയിൽ നടത്തവും സൈക്ലിങ്ങും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായും മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള പുകയും മലിനീകരണങ്ങളും കുറക്കുന്നതിന്റെ ഭാഗമായുമാണത്രേ ബുധനാഴ്ചകളിൽ നോ വെഹിക്കിൾ ഡേ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. 2026 ഫെബ്രുവരി 25 മുതൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സുരക്ഷാ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ, അടിയന്തര വൈദ്യസഹായത്തിനുള്ള വാഹനങ്ങൾ എന്നിവക്ക് മാത്രമാണ് ഇളവുള്ളത്. ലക്ഷദ്വീപിൽ ആകെ 25,000-നടുത്ത് വാഹനങ്ങളാണ് ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ളത്. ഇതിൽ 90% ഇരുചക്ര വാഹനങ്ങളാണ്. കാറുകൾ, ജീപ്പുകൾ, ട്രാക്ടറുകൾ, ഓട്ടോറിക്ഷകൾ തുടങ്ങിയവയാണ് മറ്റു വാഹനങ്ങൾ. ഇടുങ്ങിയ റോഡുകളും അടിസ്ഥാന സൗകര്യ കുറവുകളും കാരണം ഇരുചക്ര വാഹനങ്ങളെയാണ് ദ്വീപുകാർ കൂടുതലായും ആശ്രയിക്കുന്നത്. എന്നിരിക്കെ നോ വെഹിക്കിൾ ഡേ പോലുള്ള നടപടികൾ ദ്വീപ് ജനതയ്ക്ക് ഉൾക്കൊള്ളുക സ്വീകാര്യമല്ലെന്നാണ് ദ്വീപ് നിവാസികൾ വ്യക്തമാക്കുന്നത്. ലക്ഷദ്വീപ് MP അബ്ദുള്ള സയ്യിദിന്റെ പ്രതികരണത്തിലേക്ക്. ലക്ഷദ്വീപ് ഭരണകൂടം നോ വെഹിക്കിൾ ഡേ എന്ന് പറഞ്ഞൊരു ഉത്തരവും ഇറക്കിയിരുന്നു. അത് ലക്ഷദ്വീപിന്റെ ജനങ്ങൾക്കെതിരായിട്ട്, ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരു ഉത്തരവുമാണ്. ഒരു ദ്വീപിലും ബുധനാഴ്ചകളിൽ വണ്ടി ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ കപ്പൽ കയറാൻ പോവുകയാണെങ്കിൽ, കപ്പൽ ഇറങ്ങി വരികയാണെങ്കിൽ, കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്നുണ്ടെങ്കിൽ, തിരിച്ചു വരികയാണെങ്കിൽ, ഇതൊക്കെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ ലക്ഷദ്വീപ് MP എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. ലക്ഷദ്വീപിൻ്റെ ജില്ലാ കളക്ടർക്ക് ഞാൻ ഇതിനെ അനുബന്ധിച്ച് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. ഇതിൽ വണ്ടികൾ ഈ ഉത്തരവ് ഇറക്കി ഈ ഉത്തരവത്തിനെ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഫൻസായിട്ട് കണക്കാക്കി 500 rupees പെർ വെഹിക്കിൾ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് വിരുദ്ധമാണ്, അൺഡെമോക്രാറ്റിക് ആണ്, ഇല്ലീഗലാണ്, ആവശ്യമില്ലാത്തൊരു ഉത്തരവുമാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. അതിനൊപ്പം തന്നെ കിൽത്തൻ, ചേത്ല, ബിത്ര ദ്വീപിലെ ഗസ്റ്റ് ഹൗസിൽ മദ്യം വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവും കൂടെ കണ്ടു. ലക്ഷദ്വീപ് വളരെ ശാന്തിയും സമാധാനത്തോടെയും സന്തോഷത്തിലും ജനങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ഈ പറയപ്പെട്ട മനോഹരമായിട്ടുള്ള 3 ചെറിയ ദ്വീപിൽ ഗസ്റ്റ് ഹൗസിൽ മദ്യവിതരണം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, ഫാമിലി ഫ്യൂഡ്സ് ഉണ്ടാവും, സൊസൈറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ലക്ഷദ്വീപ് ഭരണകൂടം എത്രയും പെട്ടെന്ന് ഈ ഉത്തരവും പിൻവലിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും ലക്ഷദ്വീപ് MP എന്നൊക്കെ എനിക്ക് ഇത് അക്സെപ്റ്റബിൾ ഇല്ല. ഇതിനനുബന്ധിച്ചിട്ടും ഞാൻ ഒരു റെപ്രസെൻറ്റേഷൻ ലക്ഷദ്വീപിൻ്റെ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, പിൻവലിക്കാനും അത് ഇല്ലാതാക്കാനും. 2021 ലക്ഷദ്വീപിൻ്റെ MP ആകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിൽ ജനതാമസമുള്ള ദ്വീപുകളിൽ മദ്യം കൊടുക്കാൻ വേണ്ടി ഒരു ഉത്തരവും ലക്ഷദ്വീപ് ഭരണകൂടം ഇറക്കിയത്, ടൂറിസത്തിന് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി. ലക്ഷദ്വീപിൻ്റെ ജനങ്ങൾക്ക് ഉള്ള ഈ നാട്ടിൽ മദ്യവിതരണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിക്കുള്ള ദോഷങ്ങളും ഇഷ്യൂസും ഉണ്ടാകും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങൾക്കെതിരായ ഉത്തരവാണ് ഇതെന്നും ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവും ആവശ്യമില്ലാത്ത ഉത്തരവുമാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന ഈ ഉത്തരവിനെതിരെ ലക്ഷദ്വീപ് കളക്ടർക്ക് താൻ പരാതി നൽകിയിട്ടുണ്ടെന്നും MP അബ്ദുള്ള സയ്യിദ് വ്യക്തമാക്കി. Waytonikah.com, the exclusive Muslim matrimonial site.